Hello friends, I am Sharath from Crystal Eduha. In this video, I am going to discuss about how to effectively use NCERT books for studying Indian polity for civil service examination. So let's start. This is an introduction. I will give you a comprehensive idea about which books are need to be covered and which are the most important topics from each book. Normally, why we need to focus more on NCERT books than other books available in the market? Actually, it is a genuine concern that need to be addressed. So let me clarify some points for you. Civil service preparation NCERT books in a depend. We need to depend other books also. But NCERT books will help you to get a very good conceptual clarity in the beginning of your preparation. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് നല്ല കോൺസെപ്റ്റൽ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി ഇതുപോലെയുള്ള സബ്ജക്റ്റുകളിൽ നല്ല കോൺസെപ്റ്റൽ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് ഈ ബുക്കുകൾ, NCERT ബുക്കുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മാത്രമല്ല UPSC ഓൾസോ ഫോക്കസിങ് ഓൺ അവർ കോൺസെപ്റ്റൽ ക്ലാരിറ്റി. UPSC പ്രിലിംസിലായാലും മെയിൻസിലായാലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കൺസെപ്റ്റൽ ക്ലാരിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് മീ ഷോ യു എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫ്രം 2021 സിവിൽ സർവീസ് പ്രിലിംസ് പൊളിറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഈ ചോദ്യം കൊണ്ട് മീൻ ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് മീൻസ്, അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ഓഫ് എ നാഷൻ വിത്ത് എ ഫെഡറൽ സ്ട്രക്ചർ, എ ഗവൺമെന്റ് whose head enjoys nominal powers, a government whose head enjoys real powers, a government limited by the terms of the constitution. ഇതൊരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് മുൻകൂട്ടി പഠിച്ചു പോയിട്ട് മഗപ്പ് ചെയ്ത് പോയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. നല്ല കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉള്ള ആളുകൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എ ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഇതുപോലെയുള്ള കൺസെപ്റ്റൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് NCERT ബുക്സ് നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ബുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്നത് +1 ഒരു NCERT ബുക്കാണ് പൊളിറ്റിക്കൽ സയൻസിൽ. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് ശ്രദ്ധിക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. ഇതില് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് a constitution is to provide a set of basic rules that allow for minimal coordination amongst members of a society. അതായത് ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു മിനിമൽ കോർഡിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി, ഇറ്റ്സ് ടു പ്രൊവൈഡ് ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിന്റെ പവേഴ്സിന്റെ മുകളിൽ ലിമിറ്റേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ മുൻപ് കണ്ട ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഈ പറയുന്ന NCERT +1 NCERTയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാകുന്നതിൽ. സോ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് അവർ പ്രിപ്പറേഷൻ NCERT വിൽ ഹെൽപ്പ് us to get a very good conceptual clarity. ബേസിക്കലി പൊളിറ്റി, അതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, ഇതിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് NCERT വായിക്കാനുള്ളത്. ഓക്കെ, മാത്രമല്ല ഇവിടെ ഈ വളരെ സിമ്പിൾ ലാംഗ്വേജിലാണെന്നത് മാത്രമല്ല, ഇതില് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും NCERT ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇതിൽ ഒതന്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് മാർക്കറ്റിൽ കിട്ടുക? കാരണം ഇതൊരു ഗവൺമെന്റ് ഏജൻസി പുറത്തിറക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ്. ഈ ഫീൽഡിൽ ഓരോ റെസ്പെക്റ്റീവ് ഫീൽഡുകളിലും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ഒരുപാട് കാലത്തെ റിസർച്ചിന്റെ ഫലമായിട്ടാണ് NCERT ബുക്കുകൾ പുറത്തിറങ്ങുന്നത്. സോ ഇതിലും ഒതന്റിക് ആയിട്ടുള്ള, ഇതിലും കറക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടുന്ന, ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേറെ അവൈലബിൾ ആയിരിക്കില്ല. അതും ഇത്രയും സിമ്പിൾ ലാംഗ്വേജിൽ ഫ്രം ബേസിക്സ് ടു ഹയർ ലെവൽ NCERT ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിൽ ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓൾ ദ NCERT ബുക്സ് ആർ നോട്ട് നെസസറിലി നീഡ് ടു ബി കവേർഡ്. എല്ലാ NCERT ബുക്കുകളും നമുക്ക് അങ്ങനെ കവർ ചെയ്യണമെന്നൊന്നുമില്ല. അതില് തറോ ആയിട്ട് കവർ ചെയ്യേണ്ട കുറച്ച് NCERT ബുക്കുകളുണ്ട്. അതുപോലെ തന്നെ 2-3 തവണ വായിക്കേണ്ട NCERT ബുക്കുകളുണ്ട്. അതിൽ തറോ ആയിട്ട് വായിക്കേണ്ട NCERT ബുക്കുകൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി ഇതൊക്കെയാണ്. അതായത് ജോഗ്രഫിയിൽ പ്രത്യേകിച്ച് +1 +2 NCERT ബുക്കുകൾ വളരെ
തറവായിട്ട് വായിക്കേണ്ട ബുക്കുകളാണ്. ഹിസ്റ്ററി ആണെങ്കിൽ ഓൾഡ് NCERT ബുക്കുകളിലൊക്കെ നല്ല തറവായിട്ട് വായിക്കണം. ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ആൻഷ്യന്റ്, മീഡിയവിയൽ, മോഡേൺ ഹിസ്റ്ററി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ +1 and +2 NCERT ബുക്കുകളും ഹിസ്റ്ററിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ഹിസ്റ്ററി അതിനൊക്കെ ഓൾഡ് NCERT ബുക്കുകൾ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഓൾഡ് NCERT ബുക്കുകളൊക്കെ വേൾഡ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട്. ഇതില് NCERT ബുക്കുകൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെഫർ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. Referring previous year questions will give us an idea about how the UPSC is framing the question. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് എന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. മാത്രമല്ല എത്ര ഡെപ്തിലാണ് UPSCയുടെ ക്വസ്റ്റ്യൻസ് നമ്മളിൽ നിന്നും നമ്മുടെ കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മുടെ പഠനം നമുക്ക് അല്ലെങ്കിൽ സ്റ്റഡി നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ NCERT ബുക്കുകൾ വായിക്കുന്നതിന് നമുക്ക് പല സ്റ്റേജസിലൂടെയാണ് NCERT ബുക്സ് കവർ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് റീഡിംഗ് നടത്തണം. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നോവൽ വായിക്കുന്നത് പോലെ ആ NCERT ബുക്കുകൾ ജസ്റ്റ് അങ്ങ് വായിച്ചു പോയാൽ മതി. അതായത് വി നീഡ് ടു ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ദ കണ്ടന്റ്, എങ്ങനെയാണ് അതിൽ കണ്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടന്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കാതെ ജസ്റ്റ് വായിച്ചു പോവുക. സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ദർ ഷുഡ് ബി എ കോൺഷ്യസ് എഫേർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്സ്. സെക്കൻഡ് റീഡിംഗിൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോ കോൺസെപ്റ്റുകളും പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുത്ത് വായിച്ച് ആ കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആക്കി കൊണ്ടുപോകണം. ആൻഡ് തേർഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ തേർഡ് റീഡിംഗിൽ വി മസ്റ്റ് ക്രിയേറ്റ് ഷോർട്ട് നോട്ട്സ് ഫ്രം ഈച്ച് NCERT. എല്ലാ NCERTകളിൽ നിന്ന് വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ടുകൾ, സിനോപ്സിസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ആ സിനോപ്സിസ് ആണ് പിന്നീട് നമ്മൾ റെഫർ ചെയ്യുന്നത്. നമ്മളുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് പിന്നീട് നമ്മൾ റെഫർ ചെയ്യുക ഈ സിനോപ്സിസ് ആയിരിക്കും. സോ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും എങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് NCERTസിന്റെ പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ വായിച്ച് തീർക്കണമെങ്കിൽ വി ഷുഡ് മേക്ക് എ വെരി ഗുഡ് ടൈം ടേബിൾ. വളരെ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു മാസത്തേക്കൊക്കെ നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാം. എന്നിട്ട് ഓരോ വീക്കിൽ ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടത്, ആ വീക്ക് തന്നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും ഞാൻ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെച്ച് വായിക്കുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് NCERT ബുക്സ് കവർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു വീക്കിൽ നമുക്കൊരു 3 to 4 NCERT ബുക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 to 5 months കൊണ്ട് തന്നെ നമുക്ക് എല്ലാ NCERT ബുക്കുകളും കവർ ചെയ്യാൻ സാധിക്കും. ഐഡിയലി നമുക്ക് ടൈമിനനുസരിച്ചിട്ട് 6th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERT ബുക്കുകളൊക്കെ കവർ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളുടെ സമയത്തിനനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒരു 8th മുതൽ 12th വരെയുള്ളതൊക്കെ നമ്മൾ എന്തായാലും കവർ ചെയ്ത് പോകണം. സിവിൽ സർവീസ് എക്സാമിനേഷന്റെ എല്ലാ സബ്ജക്റ്റും, പ്രത്യേകിച്ച് ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി ഇതുപോലെയുള്ള സബ്ജക്റ്റുകളിൽ. ഓക്കെ, ഇനി ഇതില് സിലബസ് എന്ന് പറയുന്നത് സിവിൽ സർവീസിൽ ഇന്ത്യൻ പൊളിറ്റിയുടെ സിലബസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. പ്രിലിമിനറിക്ക് സിവിൽ സർവീസിൽ ഇന്ത്യൻ പൊളിറ്റിയിൽ വരുന്നത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ്, ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ട് വരുന്നത്. മെയിൻസിന് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ആണ് ഇന്ത്യൻ പൊളിറ്റി കവർ ചെയ്യുന്നത്. ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഹെഡിങ്. ഇത് വളരെ എലാബറേറ്റഡ് ആയിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ്, പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകൾ, ബേസിക് സ്ട്രക്ചർ, ഇതൊക്കെ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. യൂണിയനെ കുറിച്ചിട്ടും സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടും ഫെഡറൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് സിവിൽ സർവീസിന്റെ മെയിൻസിന്. പിന്നെ ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, പാർലമെന്റ്, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ, പവേഴ്സിന്റെ സെപ്പറേഷൻ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വളരെ ഡീപ്പായിട്ട് ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നു. മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്, പ്രഷർ ഗ്രൂപ്പുകൾ, ഈ ഫാമേഴ്സ് ഗ്രൂപ്പുകൾ, ഇവരൊക്കെ പ്രഷർ ഗ്രൂപ്പുകളാണ്. ഓക്കെ, പ്രഷർ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കണം. അവർക്ക് ഇന്ത്യൻ പൊളിറ്റിയിലുള്ള റോൾ എന്താണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, അതിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ലൈക്ക് UPSC, ഫിനാൻസ് കമ്മീഷൻ, ഇതുപോലെയുള്ള വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ച് നമുക്ക് കവർ ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, പിന്നെ ഗവൺമെന്റ് പോളിസീസ്,
ഇതിന്റെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഇതിങ്ങനെ വളരെ എലാബറേറ്റഡ് ആയിട്ടുള്ള സിലബസ് മെയിൻസിന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് പോകേണ്ടതാണ്. അതിനുവേണ്ടി കൃത്യമായി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് NCERT ബുക്സിന്റെ സഹായത്തോട് കൂടി ഇതിന്റെ ഫൗണ്ടേഷൻ ആദ്യം ക്ലിയർ ചെയ്യണം. പിന്നീടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റു ബുക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും ഈ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ NCERT ബുക്സിന്റെ ഹെൽപ്പ് തേടാം എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 6ാം ക്ലാസ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 6ാം ക്ലാസ്സിലാണ് 6th സ്റ്റാൻഡേർഡിൽ നമുക്ക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിന്റെ പാർട്ട് 1 ബുക്ക് വരുന്നുണ്ട്. അതില് ഗവൺമെന്റ്, അതുപോലെ ലോക്കൽ ഗവൺമെന്റ്, അതായത് അർബൻ അഡ്മിനിസ്ട്രേഷനും റൂറൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടൊക്കെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഇതിൽ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 7th 7ാം ക്ലാസ്സിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു. അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചിട്ട്, അതായത് യൂണിറ്റ് 2 സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ലാംഗ്വേജിലുള്ള ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ ഈ സോഷ്യൽ പൊളിറ്റിക്കൽ ലൈഫിന്റെ തേർഡ് പാർട്ട് വരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജുഡീഷ്യറി, അതുപോലെ തന്നെ പാർലമെന്റ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ലോ, ഈ പറയുന്ന ചാപ്റ്റർ യൂണിറ്റ് 2ഉം അതുപോലെ തന്നെ യൂണിറ്റ് 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. 9th ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന്റെ പാർട്ട് 1 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു NCERT ബുക്കാണ് ഇന്ത്യൻ പൊളിറ്റിക്ക് വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഓൾ ദ ചാപ്റ്റേഴ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് and we need to read the book thoroughly. നല്ല തറോ ആയിട്ട് വായിക്കേണ്ട ഒരു ബുക്കാണ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 1 എന്ന് പറയുന്നത് 9th സ്റ്റാൻഡേർഡിൽ വരുന്നത്. 10ാം ക്ലാസ്സിൽ വരുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്റർ 2 യൂണിറ്റ് 1 ചാപ്റ്റർ 2 ഫെഡറലിസം, അതുപോലെ തന്നെ യൂണിറ്റ് 2 ചാപ്റ്റർ 3 ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി, പിന്നെ ചലഞ്ചസ് ടു ഡെമോക്രസി യൂണിറ്റ് 4 ചലഞ്ചസ് ടു ഡെമോക്രസി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ട NCERT ബുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന +1 ബുക്കാണ്. ഇതിലെ എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സിവിൽ സർവീസിന്റെ മെയിൻസിന്റെ GS പേപ്പർ 2 വരുന്ന ഓൾമോസ്റ്റ് വലിയൊരു ഭാഗം തന്നെ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ബുക്കിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. +2 പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ് ആണ്. ചാപ്റ്റർ 4 ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ്, അതുപോലെ തന്നെ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്, റീജിയണൽ ആസ്പിറേഷൻസ് ചാപ്റ്റർ 8, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന +2 തന്നെ വേറൊരു ബുക്കില് കോൾഡ് വാറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ടൊക്കെ, കണ്ടംപററി സൗത്ത് ഏഷ്യ, ഇതിനെ കുറിച്ചിട്ടൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഫൗണ്ടേഷൻ നമുക്ക് തരുന്ന ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ തറവായിട്ട് വായിക്കേണ്ട NCERT ബുക്കുകളാണ്. ഓക്കെ, പിന്നെ അഡ്വാൻസ്ഡ് റെഫറൻസിനായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നത് ഇന്ത്യൻ പൊളിറ്റി, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി പറയുന്ന ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആഫ്റ്റർ NCERT കവറിംഗ് NCERT നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിന്റെ. പിന്നെ DD സുഭാഷ് കശ്യപിന്റെ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ബുക്കും അദ്ദേഹത്തിന്റെ തന്നെ അവർ പാർലമെന്റ് എന്ന് പറയുന്ന ബുക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ബുക്കുകളാണ്. പക്ഷെ ഇതൊക്കെ വായിക്കുന്നതിന് മുമ്പ് നമ്മൾ NCERT ബുക്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം. പിന്നെ D ബസുവിന്റെ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. വളരെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്, പക്ഷേ അഡ്വാൻസ്ഡ് റെഫറൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്കാണ് ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് D ബസുവിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ്. ആൻഡ് ഫൈനലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്കായാലും അതുപോലെ തന്നെ മറ്റ് പേപ്പറുകൾക്കായാലും ഒക്കെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട വേറൊരു സ്റ്റഡി മെറ്റീരിയലാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂസ് പേപ്പേഴ്സ് കവർ ചെയ്യുക എന്നുള്ളത്. സോ ബേസിക്കലി NCERTs വെച്ച് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നമ്മളെ ഫൗണ്ടേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യുക. പിന്നീട് അഡ്വാൻസ്ഡ് റെഫറൻസസിന് വേണ്ടിയിട്ട് മറ്റ് ബുക്കുകൾ, വളരെ ഒത്തന്റിക് ആയിട്ടുള്ള മറ്റ് ബുക്കുകൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ബാക്കി കൺസെപ്റ്റുകൾ പഠിക്കുക. പിന്നെ ന്യൂസ് പേപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കറണ്ട് അഫയേഴ്സ് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പറേഷൻ പെർഫെക്റ്റ് ആക്കുക. ഇങ്ങനെയാണ് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. ഇത്രയാണ് NCERTസിന്റെ പേരിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഹൗ ടു എഫക്റ്റീവ്ലി യൂസ് NCERTs ഫോർ പ്രിപ്പറേഷൻ എന്നുള്ളതിൽ എനിക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.